ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ജീവിതകാലത്ത് ജീവിച്ചിരുന്നതായിട്ട് പല പല അനുഭവങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞതുമായിട്ടുള്ളത്. നിങ്ങളിൽ ഓരോരുത്തരെയും പോലെ എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെ ആഗ്രഹമായിരുന്നു കൽക്കട്ടയിൽ നിന്ന് പോയാലും തെരസട ആശ്രമത്തിൽ കുറച്ച് വർഷങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് പറ്റി. അതിനുശേഷം കഴിഞ്ഞ വർഷം ഞങ്ങളൊരു യൂറോപ്പ് ടൂറിന് പോയപ്പോൾ അൽബേനിയയിൽ മെമ്മോറിയൽ കാണാൻ നമ്മുടെ പ്രതീക്ഷയിൽ അവിടെ പ്രത്യേകം ടൂർ പ്ലാൻ ചെയ്ത് അവിടെ പോകാൻ പറ്റി. അൽബേനിയയുടെ ക്യാപിറ്റലായ തിരാനയിൽ തെരസയുടെ ഒരു 2-3 ചെറിയ മെമ്മോറിയൽസ് ഉണ്ട്. ഒന്നൊരു ട്രാഫിക് ഐലൻഡിൽ മദർ സ്റ്റാച്യു. അത് മദർ തെരസയുടെ ശരിയായ സൈസ് ഒന്നും എത്രയോ ഉള്ളൂ. ഒരു കൊച്ചു അതുപോലെ കൽക്കട്ട പോയാലും അറിയാം. അടുത്ത് പോയി നമുക്ക് തന്നെ ഒരു വിഷമം തോന്നും. തീരെ ഒരു വലിയ കെട്ടവർ കൂട്ടി വെച്ചിട്ടില്ല. സാധാരണ നമ്മൾ സ്റ്റാച്യു വെക്കുമ്പോൾ മഹാത്മാരുടെ പുണ്യന്മാരുടെ സ്റ്റാച്യു വളരെ വലുതാക്കി വെക്കും. ഇതൊരു വിഷയമാർ പറഞ്ഞായിരിക്കാം ചെറിയ സ്റ്റാച്യു ഉള്ളത്. അതുപോലെ തന്നെ അവിടെ സിറ്റിയിലെ വലിയ തിരാനയിലെ ട്രാഫിക്കിൽ നടുവിൽ ഒരു സ്റ്റാച്യു ഉണ്ട്. പിന്നെ അതുപോലെ വേറെ ഞങ്ങൾ കാണാൻ പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും വയ്ക്കുന്ന പുതിയ ഗവൺമെൻറ് വന്ന് അവിടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് അവിടെയില്ലായിരുന്നു. തിരാനയിലെ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പേര് മദർ തെരേസ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്ത് അവിടെ ഗവൺമെന്റൊക്കെ മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് പ്രൈവറ്റൈസ് ചെയ്തു. ഇപ്പോൾ അത് വീനസ് ഇന്റർനാഷണൽ എയർപോർട്ട് പേരിലേക്ക് മാറി. ഏതായാലും ഇങ്ങനെയൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. മദർ തെരേസയുടെ ജീവിതത്തിലെ തത്വങ്ങളും സ്നേഹത്തിനും പലതും നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും വേറെ ഒരു സംഭവം കൂടെ ഞാൻ പറയാനാണ്. ഞാൻ പല ഈ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉണ്ട്. അപ്പം ചില ഗ്രൂപ്പുകളുണ്ട് ഈ